നമസ്കാരം. ഇന്ത്യയിലെ ഓഹരി വിപണിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണോ നിങ്ങൾ? എങ്കിൽ തീർച്ചയായിട്ടും നിക്ഷേപകനായിട്ടോ ട്രേഡറായിട്ടോ ഏത് വിധേനയോ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുക എന്നുള്ളതാണ് എന്റെ റിക്വസ്റ്റ്. അതായത് ഇപ്പൊ കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് മാർക്കറ്റ് ഭയങ്കരമായിട്ടുള്ള വൊളാറ്റിലിറ്റി കാണിക്കുന്നുണ്ട്. 3-4 ദിവസമായിട്ട് റെഡിലാണ് ഇന്ത്യൻ മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിക്ഷേപകർക്ക് വലിയ തുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നഷ്ടം വന്നിരിക്കുന്നത്. അപ്പൊ ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയാ, അതിനെ പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായം പറയാൻ എക്സ്പേർട്സിന് പോലും സാധിക്കാത്തൊരവസ്ഥയാണ്. ഗ്ലോബൽ മാർക്കറ്റൊക്കെ തന്നെ പോസിറ്റീവില് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇത്തരത്തിലുള്ള ഒരു സെൽ ഓഫ് വന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വലിയൊരു കൺസേൺ ആയിട്ട് നിൽക്കുന്ന ഒരു ഫാക്ടറാണ്. അപ്പൊ എന്താണ് ഈ സെൽ ഓഫിന്റെ പുറകിലെ കാരണം, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് അതിനെ റീഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് എന്റെ ഒരു അവലോകനമാണ് ഞാൻ ഈ വീഡിയോയുമായിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. 2019 ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഏകദേശം 11,600 റേഞ്ചിലാണ് അന്ന് നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ 11,600-ൽ നിന്ന് 11,100-ലേക്ക് ഏകദേശം 500 പോയിന്റിന്റെ ഡിപ്പ്, 4.5 to 5% ഡിപ്പ് ഇൻഡെക്സ് മറ്റേ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഏതാണ്ട് 10-11 റേഞ്ചിൽ നിന്നിരുന്ന ഇന്ത്യ വിക്സ് 17 റേഞ്ചിൽ നിന്നിരുന്ന ഇന്ത്യ വിക്സ്, അതായത് വൊളാറ്റിലിറ്റി ഇൻഡെക്സ്, നമ്മളുടെ മാർക്കറ്റിലുള്ള അസ്ഥിരത വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് വിക്സ് കൂടുക എന്നുള്ളത്. അപ്പോൾ ആ വിക്സ് 18-ൽ നിന്ന് 30-ലേക്ക് ഉയർന്നിരുന്നു കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത്. ഏപ്രിൽ മറ്റേ 2ാം വാരത്തിൽ ആരംഭിച്ച് മെയ് മാസം 2ാം വാരം വരെയുള്ള 1 മാസവും 10 ദിവസവും നീണ്ടു നിന്നിട്ടുള്ള വലിയ ഇലക്ഷനായിരുന്നു കഴിഞ്ഞ 2019-ൽ നടന്നത്. ആ സമയത്ത് വിക്സ് ഏകദേശം 18-ൽ നിന്ന് 30-ലേക്ക് ഉയർന്നിരുന്നു. ഇനി 2014-ലെ കണക്കെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്തും ഇതുപോലെ തന്നെ വിക്സ് വളരെ ഹൈ ആയിരുന്നു. ഏതാണ്ട് 12-13-ൽ നിന്ന് നേരെ 39-ലേക്ക് വരെ വിക്സ് ഉയർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹെവി വൊളാറ്റിലിറ്റി ആയിരിക്കും ആ ഒരു സമയത്ത്. മാർക്കറ്റ് ഭയങ്കരമായിട്ട് അപ്സ് ആൻഡ് ഡൗൺസ് കാണിക്കുന്ന ഒരു സമയമാണത്. അപ്പൊ ഇന്ത്യ വിക്സ് ഏകദേശം 10-ലായിരുന്നു ഈ ഒരു സമയത്ത്, അല്ലെങ്കിൽ നമ്മളുടെ ഈ ഇലക്ഷൻ തുടങ്ങുന്ന സമയത്ത്. അപ്പൊ നമ്മൾ ഏകദേശം പകുതി പിന്നിട്ടിരിക്കുന്നു. ഇലക്ഷനിൽ 3 ഘട്ടമാണ് പിന്നിട്ടുള്ളത്. ഇനി 4 ഘട്ടം ബാക്കിയുണ്ട്. പക്ഷെ പകുതി സീറ്റിലേക്കുമുള്ള ഇലക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ വിക്സ് പയ്യെ കയറി ഈ പറയുന്ന 25-30 എത്തേണ്ടതാണ് ഈ ഇലക്ഷൻ കഴിയുന്ന മുറയ്ക്ക്. അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് സർക്കാരിനെ പറ്റിയിട്ടുള്ള ഒരു അൺസർട്ടനിറ്റി ഒരു പക്ഷെ ഉണ്ടാവുമായിരിക്കാം മാർക്കറ്റിന്. അതുമൂലമാണ് മാർക്കറ്റ് ഇത്തരത്തിലുള്ള ഒരു സ്ലൈഡ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇതിന് ശേഷം എന്ത് നടന്നു എന്ന് കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ 2019-ൽ 11,100-ൽ നിന്നിരുന്ന മാർക്കറ്റ് റിസൾട്ട് വന്ന് നരേന്ദ്രമോദി സർക്കാരിന്റെ ഒരു ഭരണ തുടർച്ച വന്നതോടുകൂടിയിട്ട് ഏതാണ്ട് 800 പോയിന്റാണ് 1-2 ദിവസങ്ങളിൽ റാലി ചെയ്തത്, 8%. അപ്പൊ ഇത് മുഴുവൻ തിരിച്ചു കയറുകയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഇലക്ഷനിലും ഔട്ട്കം നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണം തന്നെയാണെങ്കിൽ, ഇപ്പോഴത്തെ നിലവിലുള്ള അവസ്ഥയിൽ തന്നെയുള്ള തുടർച്ചയാണെങ്കിൽ പോലും മാർക്കറ്റ് വീണ്ടും നമ്മൾ ഇപ്പോൾ കണ്ട ഹൈയിലേക്ക് തിരിച്ചെത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് എന്റെ വിലയിരുത്തല്. ഇനി ഇൻ കേസ് മോദി അവകാശപ്പെടുന്നത് പോലെ, അല്ലെങ്കിൽ NDA അവകാശപ്പെടുന്നത് പോലെ 400 സീറ്റ് നേടിയിട്ടുള്ള ബ്രഹ്മാണ്ഡ വിജയമാണ് ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും 23,874 എന്ന് പറയുന്ന ഫിഗറിലേക്ക് നിഫ്റ്റി എത്രയും പെട്ടെന്ന് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ മൂവ് ചെയ്യുമെന്നുള്ളതാണ് എന്റെ ഒരു അസംഷൻ. മറിച്ചാണ് ഫലമെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു ഫാള് അതിന്റെ തുടർച്ചയായിട്ട് ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു അൺസർട്ടനിറ്റിയാണ് മാർക്കറ്റിനെ ഇപ്പോൾ ഡ്രാഗ് ചെയ്യുന്നത് എന്നുള്ളതാണ് എന്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾ പുതിയതായിട്ടുള്ള പൊസിഷൻസ് എടുക്കുമ്പോൾ വളരെ കെയർഫുൾ ആവണം. എന്താണെന്ന് വിചാരിച്ചാൽ മാർക്കറ്റിൽ ഈ ഒരു അൺസർട്ടനിറ്റി ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മളുടെ എന്താ പറയുക ക്യാപിറ്റലിൽ വലിയ ലോസ് ഒക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. ലോങ് ടൈമിൽ ഇതൊന്നും വിഷയം ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷെ ഗവൺമെന്റിന്റെ ഭാഗത്ത്, അല്ലെങ്കിൽ സർക്കാർ അവിയല് മുന്നണി ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് വല്ലാത്ത രീതിയിൽ താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതാണ് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള നമ്മളുടെ ഒരു വിലയിരുത്തല്. ഇനി ഇത് എങ്ങനെയാണ് ഇതിനെ മാനേജ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ വിക്സ് എന്ന് പറയുന്ന സാധനം ഹൈ ആക്കേണ്ടത് മാർക്കറ്റിന്റെ അത്യാവശ്യമാണ്. കാരണം മാർക്കറ്റ് ഈ ഇലക്ഷൻ റിസൾട്ട് വരുന്ന സമയത്ത് ഈ ഓപ്ഷന്റെ പ്രീമിയം എന്ന് പറയുന്നത് ഹെവി ആയിട്ട് ഹൈ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. അതർവൈസ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ മാർക്കറ്റിൽ റിസൾട്ട് വരുന്ന ദിവസം ഒരു പക്ഷേ 800, 1000, 1500 പോയിന്റിന്റെ ഒക്കെ റാലി 1-2 ദിവസങ്ങളിൽ നിഫ്റ്റിയിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു 300-400 പോയിന്റ് അപ്പുറപ്പുറമുള്ള പിയും സിയും എടുത്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇപ്പോഴത്തെ ഒരു വിക്സ് നിരക്കിൽ ഒരു 15-12 വിക്സ് എങ്കിൽ നിങ്ങൾക്ക് ഒരു 35 രൂപ അല്ലെങ്കിൽ 30 രൂപ ഒരു 3 ദിവസം എക്സ്പയറി ഉള്ള ഒരു ഇൻസ്ട്രുമെന്റിന് 300 പോയിന്റിന്റെ അപ്പുറത്ത് തന്നെ 30 രൂപ റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് കിട്ടേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ഒരു 60 രൂപ മുടക്കി ഒരു ഓപ്ഷൻ എടുക്കുകയും അത് 1000 പോയിന്റ് റാലി ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻട്രൻസിക് വാല്യൂവിൽ തന്നെ ഏതാണ്ട് ഒരു 500-600 രൂപയുടെ ഒക്കെ വർധനവ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ 30 രൂപയാണ് നിങ്ങൾക്ക് 600-700 ഒക്കെ ആയിട്ട് മാറാൻ പോകുന്നത്. ഇതെല്ലാ ഇൻവെസ്റ്റേഴ്സിനും അറിയാം, എല്ലാ ഓപ്ഷൻ ട്രേഡേഴ്സിനും അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അവരൊക്കെ ഇത് പരീക്ഷിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അങ്ങനെ വരാതിരിക്കാനും കൂടിയാണ് ഈ വിക്സ് ഉയർത്തുന്നത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അപ്പൊ ഈ വിക്സ് ഹൈ ആയിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ഈ 300 പോയിന്റിന്റെ അപ്പുറത്തുള്ള പ്രീമിയം തന്നെ ഒരു പക്ഷേ 200-250 ഒക്കെ ആയിട്ട് ഹൈയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ
റീറ്റെയിലേഴ്സ് പാനിക്കായിട്ട് അതിൽ ഇൻവോൾവ് ആവാതെ മാറി നിൽക്കാനുള്ള സാധ്യതയുമുണ്ട്. അപ്പൊ ഈ വിക്സിന്റെ കളി ഈ ഇലക്ഷന്റെ ഈ അവസാന ഘട്ടത്തിൽ അല്ലെങ്കിൽ ഇലക്ഷൻ പടിവാതിൽ നിൽക്കുന്ന സമയത്തും അതുപോലെ ഇങ്ങനത്തെ അൺസർട്ടനിറ്റി ഉള്ള സമയത്തൊക്കെ ധാരാളമായിട്ട് ഹൈ ആവാറുണ്ട്. യുദ്ധം വന്നാലും അതുപോലെ അമേരിക്കൻ ഇലക്ഷന്റെ സമയത്തൊക്കെ തന്നെ അവിടെ വിക്സ് ഹൈ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഒരു മത്സരം ഉണ്ട് എന്നുള്ളൊരു പ്രതീതി കൂടി ഇപ്പോൾ മുന്നിലോട്ട് വന്ന സാഹചര്യത്തിലാണ് ഈ വിക്സ് പൊടുന്നിനെ ഹൈ ആകുന്നത്. അപ്പൊ എന്തായാലും ഇത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിനാരിയോ ആണ് എന്നുള്ളതാണ് എന്റെ ഒരു വിലയിരുത്തൽ. ലെറ്റ് സി. അപ്പോൾ ഈ ഒരു നിലവാരത്തിൽ ഒരു പക്ഷേ 21,800 അല്ലെങ്കിൽ 21,500 നിരക്കിലേക്ക് നിഫ്റ്റി ഒരു ഡൗൺ ട്രെൻഡ് കാണിച്ചേക്കാം. അതിന്റെ താഴേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് എന്ന് തോന്നുന്നില്ല. അതിന് മാത്രമുള്ള ത്രെട്ട് ഇപ്പോൾ NDAക്ക് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഇതുകൊണ്ടാണ് മാർക്കറ്റ് ഡൗൺ പോകുന്നത് എന്നാണ്. അപ്പോൾ ഒരു റിലീഫ് റാലിയും നമുക്ക് ഇടയ്ക്ക് പ്രതീക്ഷിക്കാം. ഇനി അടുത്തൊരു ഘട്ടം വരുന്നത് വരയ്ക്കും ചിലപ്പോൾ മാർക്കറ്റ് വീണ്ടും ഒന്ന് മുകളിലേക്ക് കയറി ഒന്ന് സെറ്റിലായി വീണ്ടും ഒന്ന് ഇറങ്ങി ഇത്തരത്തിൽ അത് കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത. വോളാറ്റിലിറ്റി നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പൊസിഷൻ എടുക്കുന്ന സമയത്ത് വളരെ കെയർഫുൾ ആകണമെന്നാണ് എന്റെ അഭിപ്രായം. അപ്പോൾ ഇതെന്റെ നിരീക്ഷണം മാത്രമാണ്. ഇതുപോലെ തന്നെ നടന്നോളൊന്നുമില്ല മാർക്കറ്റിൽ. അപ്പൊ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ഓൺ അനാലിസിസ് നടത്തുക, എക്സ്പേർട്സുമായിട്ട് ചർച്ച ചെയ്യുക, എന്നിട്ട് മാത്രം തീരുമാനമെടുക്കുക. നന്ദി, നമസ്കാരം.